SSF സ്ഥാപക ദിനമായ 29-ന് SSF കായംകുളം ഡിവിഷൻ സമ്മേളനം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സെലിബ്രേറ്റിംഗ് ഹ്യൂമാനിറ്റി ശരികളുടെ ആഘോഷം എന്ന പ്രമേയത്തിലാണ് സമ്മേളനം നടക്കുക. ഏപ്രിൽ 29-ന് SSF സ്ഥാപക ദിനത്തിൽ SSF കായംകുളം ഡിവിഷൻ സമ്മേളനം കായംകുളം TA കൺവെൻഷൻ സെന്ററിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 29 SSF സ്ഥാപക ദിനത്തിൽ കേരളത്തിലെ 125 ഡിവിഷനുകളിൽ ഡിവിഷൻ സമ്മേളനങ്ങൾ നടക്കുകയാണ്. SSF കായംകുളം ഡിവിഷൻ സമ്മേളനം 2025 ഏപ്രിൽ 29-ന് കായംകുളം TA കൺവെൻഷൻ സെൻറ്ററിൽ നടക്കുന്ന വിവരം വളരെ സന്തോഷത്തോടുകൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. സെലിബ്രേറ്റിംഗ് ഹ്യൂമാനിറ്റി ശരികളുടെ ആഘോഷം എന്ന പ്രമേയത്തിലാണ് സമ്മേളനങ്ങൾ നടക്കുന്നത്. ഈ പ്രമേയത്തിൻ്റെ ഒരു താല്പര്യം എന്ന് പറയുന്നത് വളരെ ആശങ്കയോടുകൂടി വളരെ ഭയപ്പാടോടുകൂടി സമൂഹം ഉറ്റുനോക്കുന്ന വിദ്യാർത്ഥിത്വം, പുതിയ കൗമാരക്കാർ, യുവാക്കൾ, ഇവിടെ പ്രശ്നങ്ങൾ മാത്രമല്ല, സങ്കീർണതകൾ മാത്രമല്ല, നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന, സമൂഹത്തിൻ്റെ മൂല്യങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട്. അതിന് പാകതയും പക്വതയുമുള്ള ഒരു സമൂഹത്തെ SSF ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്ന ബൃഹത്തായ ആശയമാണ് ഈ സമ്മേളനം കൈമാറുന്നത്. ലഹരിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന രണ്ടാം ഘട്ട പദ്ധതിയാണ് ഈ ഡിവിഷൻ സമ്മേളനങ്ങളിലൂടെ ആവിഷ്കരിക്കപ്പെടുന്നത്. കഴിഞ്ഞ ജനുവരിയിൽ ലഹരിക്കെതിരെ SP ഓഫീസ് മാർച്ചും പഞ്ചായത്ത് ധർണകളും SSF അതിൻ്റെ സ്ഥാപിത കാലം മുതൽക്ക് തന്നെ ഇന്നോളം ശബ്ദിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം ലഹരി തന്നെയാണ്. ഇന്ന് ലഹരി കൂടുതൽ ശക്തി ആർജിച്ച് നമ്മുടെ സമൂഹത്തെ ഉന്മൂലനം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഈ സമയത്ത് ഈ സമ്മേളനത്തിൻ്റെ പ്രസക്തി വളരെ വലുതാണ്. ഏപ്രിൽ 29 സ്ഥാപക ദിനത്തിൽ വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന 500-ൽ പരം പ്രതിനിധികൾ 5 സെക്ടറിൽ നിന്നായി പങ്കെടുക്കുന്ന ബൃഹത്തായ വിദ്യാർത്ഥി റാലി കായംകുളം പുത്തൻതെരുവ് മസ്ജിദിൽ നിന്നും സിയാറത്തോടുകൂടെ ആരംഭിച്ച് കായംകുളം നഗരത്തെ ചുറ്റി TA കൺവെൻഷൻ സെൻറ്ററിൽ നമ്മുടെ നഗരിയിലേക്ക് എത്തുകയാണ്. ശേഷം നടക്കുന്ന സമ്മേളനത്തിൽ സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ഷെയ്ഖുന ത്വാഹ ഉസ്താദ്, SSF മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി AP മുഹമ്മദ് അഷ്ഹർ പത്തനംതിട്ട, അതുപോലെ SSF ജില്ലാ സെക്രട്ടറി നിഷാദ് ഖുത്തുബി അടക്കമുള്ള സംഘടനാ രംഗത്തെ, പ്രാസ്ഥാനിക രംഗത്തെ പ്രമുഖരൊക്കെയും പങ്കെടുക്കുന്നുണ്ട്. 53ാമത് സ്ഥാപക ദിനത്തിൽ SSF മുന്നോട്ട് വെക്കുന്ന സെലിബ്രേറ്റിംഗ് ഹ്യൂമാനിറ്റി ശരികളുടെ ആഘോഷം എന്ന പ്രമേയത്തിലാണ് സമ്മേളനം നടക്കുക. ലഹരിക്കെതിരെ കഴിഞ്ഞ ജനുവരിയിൽ അധികാരികളെ നിങ്ങളാണ് പ്രതി എന്ന ശീർഷകത്തിൽ നടന്ന 1ാം ഘട്ട ലഹരി സൈബർ ക്രൈമുകൾക്കെതിരെയുള്ള സമരപരിപാടികൾക്ക് ശേഷം നടക്കുന്ന 2ാം ഘട്ട പദ്ധതിയാണ് കേരളത്തിലെ 125 ഡിവിഷനുകളിലെ ഡിവിഷൻ സമ്മേളനങ്ങൾ. സമൂഹമേറെ ആശങ്കയോടെ ഉറ്റുനോക്കുന്ന വിദ്യാർത്ഥിത്വത്തിൽ ഏറെ പ്രതീക്ഷയുണ്ട് എന്ന ആശയമാണ് സമ്മേളനം മുന്നോട്ട് വെക്കുന്നത്. വൈകുന്നേരം 4 മണിക്ക് ആരംഭിക്കുന്ന ഡിവിഷൻ സമ്മേളനം വിദ്യാർത്ഥി റാലിയോടെയാണ് നടക്കുന്നത്. റാലിയിൽ 5 സെക്ടറിൽ നിന്നായി 500-ലധികം പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. വിവിധ സെഷനുകൾക്ക് വിദഗ്ധർ നേതൃത്വം നൽകും. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ത്വാഹ മുസ്ലിയാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. SSF മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് അസ്ഹർ പത്തനംതിട്ട, ജില്ലാ സെക്രട്ടറി മുഹമ്മദ് നിഷാദ് ഖുത്തുബി തുടങ്ങിയവർ സംസാരിക്കും. SSF ഡിവിഷൻ പ്രസിഡന്റ് അജ്ലീഫ് ജൗഹരി അസ്കാഫി, ജനറൽ സെക്രട്ടറി മുഹമ്മദ് നാദിർ ഷാ, ഫിനാൻസ് സെക്രട്ടറി മുഹമ്മദ് ഷാൻ, സെക്രട്ടറിമാരായ മുഹമ്മദ് അഫ്സൽ, അസ്ലം മൊയ്നി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ് കായംകുളം.